ഒരു കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആ കാറിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. റിസീവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ റിസീവ് ചെയ്യണ്ട, അപ്പുറത്തും ഇപ്പുറത്തും പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വാഹനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദെ എനിക്ക് കോൾ റിസീവ് ചെയ്യാതെ നിവർത്തിയില്ല, ഈ കോൾ റിസീവ് ചെയ്യാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ റിസീവ് ചെയ്തു, സംസാരിച്ചു, കോൾ വെച്ചു. ആ വ്യക്തി പറയുന്ന വാക്കാണ്, ഉസ്താദെ ഞാനൊരു സമയത്ത് വലിയ പണക്കാരനായിരുന്നു, ഇതേപോലെ വലിയ ഫ്ലാറ്റുകളും കച്ചവടങ്ങളും ബിസിനസ്സുകളായിട്ട് ഒരുപാട് ബിസിനസ്സിൻ്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു. പെട്ടെന്നെന്തോ ദൗർഭാഗ്യവശാൽ എനിക്ക് തകർച്ച വന്നു, ബിസിനസ് എല്ലാം തകർന്നു, എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്നു. മാത്രമല്ല ഒരുപാട് കടത്തിൻ്റെ ഉടമയായി ഞാൻ എടുത്തുണ്ടാക്കിയ ഫ്ലാറ്റുകളെല്ലാം ഞാൻ വിൽക്കേണ്ടി വന്നു, ബിസിനസ്സിൻ്റെ കടകളെല്ലാം വിൽക്കേണ്ടി വന്നു. എന്നിട്ടും എൻ്റെ കടം തീർന്നില്ല. കോളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കടം തന്ന ആളുകളുടെ കോളുകൾ വരികയാണ്. അവസാനം വീട് വിൽക്കേണ്ടി വന്നു. അവസാനം ഞാൻ വാടക ഒരു റൂമിലാണ് ഞാനും എൻ്റെ ഭാര്യയും പാർക്കുമ്പോൾ അപ്പോഴും സമാധാനമില്ല, കോളുകൾ നിരന്തരം വരുന്നുണ്ട്, കടം തന്നവരുടെ കടക്കാരുടെ കോൾ. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എന്നോട് ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നു? അള്ളാഹുവിൻ്റെ ഖലാ ആണെന്ന് നിങ്ങൾ മനസ്സിൽ തൃപ്തി എടുക്കുക. ഇതാ എൻ്റെ കഴുത്തിലുള്ള ഏക ഒരു മാല, ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങളിതിനെ വിറ്റ് ചെറിയൊരു കട തുടങ്ങുക. അങ്ങനെ ഞാൻ മനസ്സോടുകൂടെ ആ മാല എടുത്ത് വിറ്റു, ചെറിയൊരു കട തുടങ്ങി. കച്ചവടം പുരോഗമിച്ചു. ഞാനിതാ ഇപ്പോൾ പല ഫ്ലാറ്റിൻ്റെയും പല ബിസിനസ്സിൻ്റെയും ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിന് ഏക കാരണം എൻ്റെ പ്രിയപ്പെട്ട എന്നെ മനസ്സോട് ചേർന്ന് നിന്ന എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ഭാര്യ എൻ്റെ തകർച്ചൻ്റെ സമയത്ത്, മനസ്സിന് ടെൻഷൻ അടിക്കുന്ന സമയത്ത് എന്നോട് ചേർന്ന് എൻ്റെ മനസ്സിന് സമാധാനം നൽകി ധൈര്യം നൽകിയ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കോളാണ് വന്നത്. ഏത് സമയത്ത് കോൾ വന്നാലും ഞാൻ റിസീവ് ചെയ്യും. കാരണം ഇതിങ്ങനൊരു സന്ദർഭം എനിക്കുണ്ടായതും ഇതെല്ലാം എൻ്റെ തകർപ്പണമായിട്ട് എനിക്ക് സമാധാനം നൽകി എനിക്ക് ധൈര്യം തന്ന ഭാര്യയാണ്. ഈ സംഭവം എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൂടെ ഷെയർ വെക്കാതെ എനിക്ക് സമാധാനമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്.